ഗൈസ്, അപ്പം വാലൻറ്റൈൻസ് ഡേയുടെ കലാശക്കൊട്ടായുള്ള ക്രാഫ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ റെഡ് പേപ്പറും വൈറ്റ് പേപ്പറും എടുക്കുക. വൈറ്റ് പേപ്പർ ഇത്ര സെൻറ്റിമീറ്ററിനകത്ത് സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത്. അതിനുശേഷം അതിനെ നമ്മളിങ്ങനെ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മളതിനെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ലോങ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ രീതിയിലായിരിക്കണം അതിൻ്റെ മടക്ക് വരേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. 6.5ഉം 5ഉം ഷേപ്പിൽ. പിന്നെ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മടക്ക് നോക്കി ചെയ്യണം കേട്ടോ. പിന്നെ അത് തുറക്കുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ഈ പണ്ടത്തെ കോലം പോലെ ഇരിക്കുന്നുണ്ടല്ലേ, ആരെങ്കിലും ഇനി നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ മുകളിൽക്കൂടെ മടക്കണം. മടക്കുമ്പോഴത്തേനും മാത്രമേ കറക്റ്റായിട്ട് ഷേപ്പിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഗിഫ്റ്റ് ശരിയായിട്ടുള്ളൂ. അപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തോ? എന്താണ് തിരിച്ച് കിട്ടിയത് ഗിഫ്റ്റ്? അപ്പം വാലൻറ്റൈൻ ആരാണ് നമ്മുടെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആയിരുന്നോ, അതോ സ്പെഷ്യൽ ഫ്രണ്ടാണോ, അതോ വീട്ടിലുള്ള ആരെങ്കിലും ആണോ? ആരാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ മടക്കണേ, താഴോട്ട് ഇങ്ങനെ മടക്കി കൈകൂപ്പുന്ന പോലെ ഇങ്ങനെ മടക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ പോസ് ചെയ്ത് കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് കാര്യം ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കമൻറ്റിൽ നോക്കിയായിരിക്കും ഞാൻ എടുക്കുന്നത്. മിക്കവാറും നമുക്ക് ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിലോ നമ്മളൊരു ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ എൻ്റെ ക്യൂട്ട് ഫ്രണ്ട്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വലിയൊരു 5K അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വാലൻറ്റൈൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട റെഡ് പേപ്പറാണ്. റെഡ് പേപ്പറിനെ നിങ്ങൾ പോസ് ചെയ്തിട്ട് മെഷർമെൻറ്റ് ശ്രദ്ധിച്ചോണേ. ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ മടക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും വൈറ്റ് പേപ്പറും റെഡ് പേപ്പറും കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആവശ്യം കൂടുതൽ വേണ്ടത് കേട്ടോ. ഇച്ചിരി കട്ടിയുള്ള പേപ്പറായ നല്ലതാണ്. പിന്നെ നമ്മുടെ ലവ് എന്നുള്ള LOV എന്നുള്ളത് നമ്മൾ കണ്ടിച്ചെടുത്ത് ഇങ്ങനെ എഴുതി നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ പണ്ടത്തെ എടുത്ത് നമ്മുടെ കോലനില്ലേ അവൻ്റെ അത്തോട്ട് കാണിച്ചിരിക്കുന്നുണ്ട്, ഗ്ലൂ ഒട്ടിച്ചിരിക്കുന്ന ഭാഗം കണ്ടോ, ശ്രദ്ധിച്ചോ? അവിടെ ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു സൈഡ് നമ്മൾ താഴത്ത് ഒട്ടിച്ച ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ലവിനെ ഞാൻ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ മുകളിലോട്ട് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലത്തെ മറ്റേ കൈയും കൂടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലോങ് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ ഒക്കെ? ആരൊക്കെ ഇന്ന് ക്ലാസ്സിൽ പോയില്ല? സ്കൂളിൽ പോകാതെ എല്ലാവരും വാലൻറ്റൈൻ്റെ ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണെന്ന് പറയണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നും പറയണം കേട്ടോ. അപ്പോൾ പരീക്ഷയൊക്കെ എടുക്കാറായല്ലേ, പഠിത്തം എവിടം വരെ? അടുത്ത മാസമല്ലേ, ഫെബ്രുവരി തീരാറായി അല്ലേ? അപ്പോൾ നമുക്കൊരു സ്റ്റഡി പ്ലാനൊക്കെ ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിയട്ടെ എന്നിട്ടാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 2-3 വീഡിയോ ഇടുന്നുണ്ട്. കാരണം ഇതിന് നാളത്തേക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കുന്നത്. പനി കാരണം ഇടയ്ക്ക് വീഡിയോ ഇട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മളിതുകൊണ്ട് നമ്മുടെ വാലൻറ്റൈൻസ് കാർഡ് ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ബാക്കി ലവ് മാത്രമല്ലോ, ഐ ലവ് യു എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഐയും യുവും കൂടെ മുകളിലും താഴെ കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ വാലൻറ്റൈൻസ് ഡേ കാർഡ് ഒരു പോപ്പപ്പ് ടൈപ്പ് കാർഡാണ്. ഈസിയാണ്, സിമ്പിളാണ്. ഞാൻ ഒത്തിരി വലിയ ആഡംബരമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. വെളിയിൽ ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹാർട്ടൊക്കെ ഒക്കെ വരച്ച് കുറച്ച് അലങ്കുത്തുപണികളൊക്കെ ചെയ്തോ കേട്ടോ. അപ്പം ഇതെല്ലാം പിന്നെ നിങ്ങളെല്ലാം ലോങ് വീഡിയോ എന്താ കാണാത്തേ? നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ടാണോ എന്നൊന്ന് പറയണം കേട്ടോ. അപ്പം കൂട്ടുകാരോടൊക്കെ പറയണം ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ വാലൻറ്റൈൻസ് കാർഡ് ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിന് പകരം ബർത്ത്ഡേ ഒന്നും എഴുതാറുണ്ട്. ഇച്ചിരി മടക്കുമ്പോൾ സൂക്ഷിച്ച് മടക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് മടക്കണം. ഹാപ്പി ബർത്ത്ഡേ എന്നും എഴുതാം കേട്ടോ ഇതുപോലെ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹാപ്പി വാലൻറ്റൈൻസ് ഡേ.